എന്റെ പ്രഗ്നൻസിയിൽ എനിക്ക് സ്ട്രെപ്റ്റോകോക്കസ് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. 9ാം മാസത്തിലാണ് ഞാൻ ഈ ഒരു ഇൻഫെക്ഷൻ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിയത്. പ്രഗ്നൻസിയുടെ അവസാന ആഴ്ചകളിൽ പല അമ്മമാരും കേൾക്കുന്ന ഒരു പേരാണ് ഗ്രൂപ്പ് ബി സ്ട്രെപ്റ്റോകോക്കസ് ഇൻഫെക്ഷൻ എന്നത്. ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ പേടിക്കേണ്ടതുണ്ടോ? ഈ ഒരു ഇൻഫെക്ഷൻ കുഞ്ഞിനെ എങ്ങനെ ബാധിക്കും? GPS പോസിറ്റീവ് ആയാൽ നോർമൽ ഡെലിവറി സാധ്യമാണോ? ആന്റിബയോട്ടിക്സ് എപ്പോൾ നൽകും? ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നും GPS അതായത് ഗ്രൂപ്പ് ബി സ്ട്രെപ്റ്റോകോക്കസ് ഇൻഫെക്ഷനെ കുറിച്ച് ചെറുതായിട്ടൊരു ഐഡിയ തരാനാണ് പോകുന്നത്. ചിലർ ഈ ഒരു പേര് കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. ഇത് പ്രഗ്നൻസിയുടെ അവസാന ആഴ്ചകളിലാണ് ഈ ഒരു ഇൻഫെക്ഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ള ടെസ്റ്റ് ചെയ്യുന്നത്. ആദ്യം തന്നെ GPS അതായത് ഗ്രൂപ്പ് ബി സ്ട്രെപ്റ്റോകോക്കസ് ഇൻഫെക്ഷനെ പറ്റി പറയാം. ഗ്രൂപ്പ് ബി സ്ട്രെപ്റ്റോകോക്കസ് എന്നത് ഒരു ബാക്ടീരിയ ആണ്. സാധാരണയായിട്ട് നോർമൽ ഹെൽത്തി ആയിട്ടുള്ള പീപ്പിൾസിൽ ഈ ഒരു ബാക്ടീരിയ കാണപ്പെടാറുണ്ട്. പ്രത്യേകിച്ച് ബവൽ ഓർ ജെനിറ്റൽ ട്രാക്ട് ഭാഗങ്ങളിൽ ഈ ഒരു ബാക്ടീരിയ സ്വാഭാവികമായിട്ടും കാണപ്പെടാറുണ്ട്. ഈ ഒരു ബാക്ടീരിയ ഉണ്ടെങ്കിൽ പോലും പലർക്കും സിംറ്റംസ് കാണിക്കാറില്ല. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പ്രഗ്നൻസിയിൽ GBSന്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം. പ്രഗ്നന്റ് ആയ അമ്മയ്ക്ക് സാധാരണയായിട്ട് പ്രത്യേകിച്ച് സിംറ്റംസ് ഒന്നും കാണിക്കാതെ ഈ ഒരു ബാക്ടീരിയ കാണപ്പെടാറുണ്ട്. പക്ഷേ ഡെലിവറി സമയത്ത് ഈ ഒരു ബാക്ടീരിയ കുഞ്ഞിലേക്ക് പകരാനുള്ള ചെറിയൊരു റിസ്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ പ്രഗ്നന്റ് ആയി 36 അല്ലെങ്കിൽ 37ാമത് ആഴ്ചയിൽ GPS ഉണ്ടോ ഇല്ലയോ എന്നൊരു ടെസ്റ്റ് നടത്താറുണ്ട്. ഈ ഒരു ടെസ്റ്റ് നടത്തുന്നത് വജൈനൽ സ്വാബ് വഴിയോ അതല്ലെങ്കിൽ റെക്ടൽ സ്വാബ് വഴിയോ ആണ് സ്ക്രീനിങ് നടത്താറുള്ളത്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് നടത്തിയ ഈ ഒരു ടെസ്റ്റിനെ കുറിച്ച് ഉള്ള ഒരു അനുഭവം ആദ്യം പങ്കിടാം. എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് പറയുകയാണെങ്കിൽ 36 ഓർ 37th വീക്ക് ആയപ്പോൾ എനിക്ക് PHC ആ ടൈമിൽ ഞാൻ PHCCയിലാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അവിടെ നിന്ന് ഈ ഒരു ടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് വജൈനൽ സ്വാബ് എടുത്തിട്ടാണ് എനിക്ക് ഈ ഒരു ടെസ്റ്റ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് നടത്തിയിട്ട് ഡോക്ടർ പറഞ്ഞു എനിക്ക് ഈ ഒരു ഗ്രൂപ്പ് ബി സ്ട്രെപ്റ്റോകോക്കസ് ഇൻഫെക്ഷൻ പോസിറ്റീവ് ആണെന്ന്. അപ്പൊ തന്നെ എന്റെ കിളിയൊക്കെ പോയി. വേറെ ഒന്നുമല്ല, ഇങ്ങനെ ഒരു ഇൻഫെക്ഷനെ പറ്റി ഞാൻ കേട്ടിട്ടൊന്നുമില്ല. അതും ഇത്രയും വലിയ ഒരു പേരും കൂടെ ആകുമ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങ് പേടിച്ചോ, ഇത് എന്ത് ഇൻഫെക്ഷൻ ആണ്, ഇത് ഈ ഒരു ഇൻഫെക്ഷൻ കൊണ്ട് എന്ത് സംഭവിക്കും എന്നൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ പോസിറ്റീവ് ആണെന്ന് പറഞ്ഞതിന് ശേഷം ചെറിയ ഒരു നമുക്ക് ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ബുക്ക്ലെറ്റ് പോലെ തന്നിട്ട് അതിൽ ഈ ഒരു സ്ട്രെപ്റ്റോകോക്കസ് ഇൻഫെക്ഷനെ കുറിച്ചും അതുപോലെ തന്നെ ഡെലിവറി സമയത്ത് ഈ ഒരു ഇൻഫെക്ഷൻ കുട്ടിയിലോട്ട് പകർന്നാൽ കുട്ടിക്ക് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിരുന്നു. ഇത് വീട്ടിൽ പോയി വായിച്ച് മനസ്സിലാക്കാൻ പറഞ്ഞു. പിന്നെ ആ ടൈമിൽ എന്നെ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ഇത് കേട്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, നമുക്ക് ആന്റിബയോട്ടിക്സിലൂടെ ക്ലിയർ ആക്കാനതേ ഉള്ളൂ. അതായത് ഇപ്പോഴൊന്നും മരുന്നോ ഒന്നും എടുക്കൂല, പകരം ഡെലിവറി സമയത്ത് IV വഴി ആന്റിബയോട്ടിക്സ് തന്ന് അങ്ങനെയാണ് ഇത് ട്രീറ്റ് ചെയ്യുന്നത് എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഇതൊന്ന് അവയർനെസ്സിന് വേണ്ടിയിട്ട് വായിച്ചു നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ പോയി ഇത് വായിച്ചൊക്കെ നോക്കിയപ്പം ഈ ഒരു ഇൻഫെക്ഷൻ ഉള്ളത് കാരണം കുഞ്ഞിന് വരുന്ന റിസ്ക് വായിച്ചു നോക്കിയപ്പോഴത്തേക്കും എനിക്ക് മൊത്തത്തിൽ കിളിപ്പോയി. എന്തൊക്കെയോ വലിയ വലിയ പേരുകൾ ഒരു അസുഖം പോലെ എന്തൊക്കെയോ കൊടുത്തിരുന്നു കേട്ടോ. അപ്പൊ ആദ്യമൊക്കെ ഞാൻ പേടിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ഇപ്പം മരുന്നൊന്നും എടുക്കുന്നില്ലല്ലോ, ഡെലിവറി ടൈമിൽ അവർ ആന്റിബയോട്ടിക്സ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ പിന്നെ പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് പിന്നെ ഞാൻ അത് വിട്ടു. അപ്പോൾ അത് ഞാൻ വീട്ടിൽ ചെന്ന് വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി പ്രത്യേകിച്ച് ഈ ഒരു ഇൻഫെക്ഷൻ വന്ന അങ്ങ് സിംറ്റംസ് ഒന്നും കാണിക്കാറില്ല എന്നുള്ളത്. കാരണം എനിക്ക് സിംറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതായത് മിക്ക സ്ത്രീകൾക്കും സിംറ്റംസ് ഒന്നും കാണിക്കാറില്ല പൊതുവെ. ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഒരു ക്വസ്റ്റ്യൻ വന്നതാണ്, GPS പോസിറ്റീവ് ആയാൽ എന്ത് ചെയ്യണമെന്ന്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനുള്ള മറുപടി ഞാൻ പറയാം. ഇത് പ്രത്യേകിച്ച് പോസിറ്റീവ് ആയെന്ന് പറഞ്ഞ് നിങ്ങൾ ടെൻഷൻ ആവുമെന്നും വേണ്ട. നിങ്ങൾ ഡെലിവറി ചെയ്യുന്ന സമയത്ത് ഡോക്ടർ IV വഴി നിങ്ങൾക്ക് ആന്റിബയോട്ടിക്സ് തരുന്നതായിരിക്കും. അതായത് നിങ്ങൾ ഡ്യൂറിങ് ഡെലിവറി ഫുള്ളും ഈ ഒരു ആന്റിബയോട്ടിക്സ് തന്നുകൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞ് ഡെലിവറി കഴിയുമ്പോഴും നമുക്ക് IV വഴി ആന്റിബയോട്ടിക്സ് കാണും. പിന്നെ അവർ മെഡിസിനിലോട്ട് മാറ്റും കേട്ടോ. അതായത് ഗുളിക തരും, ഗുളിക തന്ന് അത് ട്രീറ്റ് ചെയ്യും. അപ്പോൾ എനിക്ക് എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ ഡെലിവറി ചെയ്യുന്ന സമയം വരെയും ഈ ഒരു ആന്റിബയോട്ടിക്സ് IV വഴി ഇങ്ങനെ കയ്യിൽ IV വഴി എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഡെലിവറി കഴിഞ്ഞപ്പോഴും അത് ആന്റിബയോട്ടിക്സ് തന്നിട്ടുണ്ടായിരുന്നു, ട്രിപ്പ് പോലെ തന്നു. അതിനുശേഷം വീട്ടിൽ പോയിട്ട് എനിക്ക് മെഡിസിൻ ആയിട്ടാണ് തന്നത്, അതായത് ഗുളിക ആയിട്ട് തന്നു. അപ്പോൾ ഈ ഗുളിക കഴിക്കാൻ പറഞ്ഞു. പിന്നെ ഗുളിക കഴിച്ച് ഒരു 1 വീക്ക് ആന്റിബയോട്ടിക്സ് ഉണ്ടായിരുന്നു കേട്ടോ, 1 വീക്ക് കഴിക്കാനുണ്ടായിരുന്നു ആ ഒരു ടാബ്ലറ്റ്സ്. അങ്ങനെ അത് എടുത്തപ്പോഴത്തേക്കും ക്യൂർ ആയി. അപ്പൊ ഈ ഒരു ആന്റിബയോട്ടിക് തരുന്നതോടെ ഈ ഒരു ഇൻഫെക്ഷൻ കംപ്ലീറ്റ് ആയിട്ട്, അതായത് പെർമനന്റ് ആയിട്ട് ഇല്ലാതാക്കണം എന്നല്ല അവരുടെ ലക്ഷ്യം. പകരം ഈ ഒരു ഇൻഫെക്ഷൻ വഴി അത് ന്യൂബോണിന് അസുഖങ്ങളൊന്നും ഉണ്ടാക്കാതിരിക്കുക എന്നതാണ് കേട്ടോ. പിന്നെ എല്ലാവർക്കും വരുന്ന സ്വാഭാവികമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് GPS പോസിറ്റീവ് ആയ C-സെക്ഷൻ വേണോ എന്നാണ്. അപ്പോൾ ഈ ഒരു GPS പോസിറ്റീവ് ആയെന്നും പറഞ്ഞ് C-സെക്ഷന്റെ നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ ഹെൽത്തി ആണ്, നിങ്ങൾക്ക് നോർമൽ ഡെലിവറി പോസിബിൾ ആണെങ്കിൽ ഡോക്ടേഴ്സ് നോർമൽ ഡെലിവറി തന്നെ പ്രിഫർ ചെയ്യും. നോർമൽ ഡെലിവറി വഴി നമ്മുടെ കുഞ്ഞിനെ പുറത്തെടുക്കും. അപ്പോൾ ഡെലിവറി സമയത്ത് ഇവർ ആന്റിബയോട്ടിക്സ് തരും. അപ്പോൾ അതിലൂടെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ബേബിയെ ഡെലിവറി ചെയ്യാൻ പറ്റും. ഇനി ഈ ഒരു ആന്റിബയോട്ടിക്സ് എടുക്കാതെ ഇരുന്നാൽ കുഞ്ഞിന് എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറയാം. വളരെ റെയർ ആയിട്ട് ഈ ഒരു ഇൻഫെക്ഷൻ കുഞ്ഞിന്
വളരെ സീരിയസ് ആയിട്ടുള്ള ഇൻഫെക്ഷൻ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ സെപ്സിസ്, നിമോണിയ, മെനിൻജൈറ്റിസ്. ഈ ഒരു പേരാണ് എനിക്ക് അവർ തന്ന ആ ഒരു ബുക്ക്ലെറ്റിൽ ഉണ്ടായിരുന്നത് കേട്ടോ. ഒരു പേപ്പർ പോലൊരു സാധനമാണ് തന്നത്, അതിലുണ്ടായിരുന്നത്. ഇത് കണ്ടപ്പോഴാണ് ഞാൻ ഇതൊക്കെ എന്താണ്, എനിക്ക് ഈ ഒരു ഇതിനെ പറ്റിയൊന്നും, ഇൻഫെക്ഷനെ പറ്റിയോ ഈ ഒരു അസുഖത്തിനെ പറ്റിയോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഞാൻ പിന്നെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ വലിയ വലിയ സംഭവമാണെന്നുള്ള കാര്യമൊക്കെ എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഈ ഒരു പേരൊക്കെ കേട്ട് പേടിക്കുകയൊന്നും വേണ്ട. ആന്റിബയോട്ടിക് തരുമ്പോഴത്തേക്കും നമുക്ക് കുഞ്ഞിനെ ഹെൽത്തി ആയിട്ടൊക്കെ ഡെലിവറി ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എൻ്റെ ബാക്കി എക്സ്പീരിയൻസ് ഇനി ഞാൻ പറയാം. അതായത് എനിക്ക് ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് പ്രൊലോങ്ഡ് ലേബർ ആയത് കാരണം കുഞ്ഞിനെ നേരെ NICയിലോട്ട് കൊണ്ടുപോയി. പ്രൊലോങ്ഡ് ലേബർ ആയത് കാരണമല്ല, കുഞ്ഞ് പ്രൊലോങ്ഡ് ആയത് കാരണം കുറേ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. മൈക്ക് ഇപ്പൊ തെറിച്ചു പോകാന്. കുറെ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇവന്റെ ലങ്സ് പൊങ്ങിയിരുന്നു. അങ്ങനെ എന്തൊക്കെയോ പെട്ടെന്ന് NICയിലോട്ട് കൊണ്ടുപോയിട്ടോ. അപ്പോൾ കൊണ്ടുപോയി 2 ദിവസം കഴിഞ്ഞാണ് തിരിച്ചു തരുന്നത്. അപ്പോൾ ആ ടൈമിൽ ഫസ്റ്റ് ഡേ തന്നെ റീക്ക വന്നിട്ട് പറഞ്ഞ ചെറുതായിട്ടൊരു ന്യൂമോണിയയുടെ ഡൗട്ടൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. കാരണം എനിക്ക് ഒരു ഇൻഫെക്ഷനും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ എങ്ങനെയാന്ന് വെച്ചാൽ അവർ എല്ലാ ടെസ്റ്റും നടത്തി കുഞ്ഞ് ഹെൽത്തി ആണെന്ന് ഉറപ്പാക്കിയാൽ മാത്രമേ പിന്നെ നമ്മളെ കുഞ്ഞിന്റെ, അതിപ്പോൾ ഏത് ഹോസ്പിറ്റലും അങ്ങനെ തന്നെയാണ്, കുഞ്ഞിനെ നമ്മുടെ കൂടെ വിടുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ദിവസം NICയിൽ വെച്ചിരുന്നു. അങ്ങനെ അവന് കുഴപ്പമൊന്നുമില്ല, എല്ലാ ടെസ്റ്റും ഒക്കെ ചെയ്ത് അവൻ കംപ്ലീറ്റ്ലി ഓക്കെ ആണെന്ന് അറിഞ്ഞപ്പോഴാണ് പിന്നെ ഞാൻ പോയി കുഞ്ഞിനെ മേടിച്ചുകൊണ്ട് വന്നത്. അതായത് സാധാരണ ഈ ഒരു GBS എക്സ്പോഷർ ഉള്ള കുഞ്ഞുങ്ങളെ ഡോക്ടേഴ്സ് മോണിറ്റർ ചെയ്യാറുണ്ട്. കാരണം അവർക്ക് എന്തെങ്കിലും ഫീവർ വരുന്നുണ്ടോ, അൺയൂഷ്വൽ സ്ലീപ്പിനെസ്, ഫീഡിംഗ് ഡിഫിക്കൽട്ടി ഓർ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി, അതല്ലെങ്കിൽ ബോഡി ടെമ്പറേച്ചറിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് മോണിറ്റർ ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ എന്തെങ്കിലും സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ മെഡിക്കൽ അറ്റൻഷൻ തേടണം. അതുപോലെ തന്നെ ന്യൂ ബോണിന്റെ ഹെൽത്ത് സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ തോന്നിയാൽ പെട്ടെന്ന് തന്നെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ആയിട്ട് ബന്ധപ്പെടേണ്ടതാണ്. സോ ഗൈസ്, ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു GBS പോസിറ്റീവ് ആയെന്നും പറഞ്ഞ് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ മെഡിക്കൽ ടീം പറയുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ഡോക്ടർ പറയുന്ന അഡ്വൈസ് എന്താണോ അതനുസരിച്ച് ഫോളോ ചെയ്താൽ മാത്രം മതി. ഞാൻ പറഞ്ഞില്ലേ, GBS ഉണ്ടെങ്കിൽ കുഞ്ഞിന് അത് റിസ്കി ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ആ ടൈമിൽ ആന്റിബയോട്ടിക്സ് വഴി നമുക്ക് സേഫ് ആയിട്ട് കുഞ്ഞിനെ ഡെലിവറി ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അഥവാ എന്തെങ്കിലും റിസ്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഡോക്ടേഴ്സ് ഒക്കെ മോണിറ്റർ ചെയ്യും. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ പ്രഗ്നൻസിയിൽ നമ്മൾ പല മെഡിക്കൽ ടേംസും കേൾക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് പേടിച്ചു പോകാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഒരു അവയർനെസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ആ ഒരു പേടിയിൽ നിന്ന് കുറച്ചൊക്കെ ആശ്വാസം കിട്ടാറുണ്ടല്ലേ. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കുറച്ചൊരു അവയർനെസ് വീഡിയോ മാത്രമാണ്, അല്ലാണ്ട് മെഡിക്കൽ അഡ്വൈസ് ഒന്നും അല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന ഗൈനക്കോളജിസ്റ്റ് ആരാണോ അവരുമായിട്ട് ക്ലിയർ ചെയ്യേണ്ടതാണ്. ഓക്കെ, ജസ്റ്റ് ഒരു അവയർനെസ് പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു വീഡിയോ ആണ്. അതും എന്റെ എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ട് മാത്രം ചെയ്തൊരു വീഡിയോ ആണ്. സോ ഗൈസ്, ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം വീഡിയോ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോയിൽ കാണാം.